ഓർത്തഡോക്സ് സഭയുടെ അധ്യക്ഷനായിട്ടുള്ള ബെസേലിയസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ ബാബ, പ്രഥമൻ, ദ്വിതീയൻ, തൃതീയൻ, ഇങ്ങനെയാണ് അവിടെ ബാബ സിസ്റ്റം. ബാബ ഒരു ഗോൾ അടിച്ചു. ബാബ യഥാർത്ഥത്തിൽ ആ ഗോൾ അടിക്കാൻ പാടില്ലായിരുന്നു. ചരിത്ര നിഷേധമാണ് ബാബാജി പറഞ്ഞത്. ഇന്ത്യയിൽ ഇന്ത്യൻ ധർമ്മത്തെക്കുറിച്ചും സനാതന ധർമ്മമൊക്കെ നോക്കുമ്പോൾ ഒരു 10-70% ആളുകൾ ഹിന്ദു സമൂഹത്തിൽപ്പെട്ടവരാണ്. അതിൽ ബുദ്ധമതത്തിൽ പോയവരും ജൈനമതത്തിൽ പോയവരും സിഖ് മതത്തിൽ പോയവരും എല്ലാം കൂടി ചേർന്ന് നിൽക്കുന്നതാണ്. അതായത് ക്രിസ്തീയ മുസ്ലിം മതം ഒഴിച്ചാൽ ഒരു 10-60-65-70% വരെ വരുന്നത് ഹിന്ദുക്കളാണ്. അവർ വേദകാലത്തിനും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നവരാണ്. ഇവിടെ ഹാരപ്പ സംസ്കാരം ഉണ്ടായിരുന്നു, മോഹൻജദാരോ സംസ്കാരം ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ദൈവാരാധന ഉണ്ടായിരുന്നു. വനാന്തരങ്ങളിൽ നിന്ന് വന്നവരാണെന്നൊരു കഥയുണ്ട്. ആഫ്രിക്കൻ വനാന്തരങ്ങൾ, ശരിയായിരിക്കാം, ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ നിന്നും കുറച്ച് പേർ വന്നിരുന്നു. പക്ഷെ ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ നിന്ന് വന്നപ്പോൾ ഇവിടെയും കുറെ മനുഷ്യരുണ്ടായിരുന്നു എന്നുള്ള ചരിത്രരേഖകളും വരുന്നുണ്ട്. എന്തായാലും ബാബ തിരുമേനി പറഞ്ഞതിനകത്ത് കുറേ കോൺട്രഡിക്ഷൻ ഉണ്ട്. ഞാനൊരു ക്രിസ്തീയ ഹിന്ദു വിവാദമാക്കിയിട്ടല്ല ഈ വീഡിയോ ചെയ്യുന്നത്. RSSകാരുടെ എന്തോ ഒരു പ്രസ്താവന വന്നതിന്റെ ബേസിലാണ് ബാബ തിരുമേനി ഇങ്ങനെ പറഞ്ഞത്. ബാബ തിരുമേനി വേഴ്സസ് RSSന്റെ തർക്കത്തിൽ എനിക്ക് യാതൊരു താല്പര്യവുമില്ല, എനിക്ക് ആ ഒരു അഭിപ്രായവുമില്ല. പക്ഷെ തിരുമേനി പറഞ്ഞതിൽ ചില ചരിത്ര നിഷേധങ്ങളുണ്ട്. AD 52 സെന്റ് തോമസ് ഇന്ത്യയിൽ വന്നു എന്നാണ് തിരുമേനിയുടെ കഥ. പക്ഷെ അങ്ങനെ AD 52 സെന്റ് തോമസ് ഇന്ത്യയിൽ വന്നു എന്നുള്ളത് ChatGPT പോലും ഗൂഗിൾ പോലും ഇപ്പോൾ അംഗീകരിക്കുന്നില്ല. മാത്രമല്ല, വിദേശ സർവകലാശാലകളിൽ കത്തോലിക്ക യൂണിവേഴ്സിറ്റികളിലൊക്കെ നേരത്തെ ഇത് പഠിപ്പിച്ചിരുന്നു. പക്ഷെ ഇപ്പോൾ അത് പഠിപ്പിക്കുന്നില്ല. അത് എടുത്തു കളഞ്ഞു അവർ. കാരണം അതൊരു കള്ള കഥയാണ് എന്നാണ് പറയുന്നത്. പോർച്ചുഗീസുകാരുടെ ഇവിടെ വന്നതും അവരുടെ മതവിചാരണയും ഗോവയിൽ വന്ന കഥയൊക്കെ ഉണ്ട്. പക്ഷെ തോമസ് ലീഗ 12 ശിഷ്യന്മാരിൽ, ഈ സെന്റ് തോമസ് എന്നറിയുന്ന യേശുവിൻ്റെ 12 ശിഷ്യന്മാരിൽ ഒരാളായിട്ടുള്ള സെന്റ് തോമസ് ഇവിടെ ഇന്ത്യയിൽ വന്നിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ കഥ പോകുന്നത് AD 52 വന്നെന്നും 72 തമിഴ്നാട്ടിലെ മറീന ബീച്ചിൻ്റെ അടുത്തുള്ള മൈലാപ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് അവിടെ വധിച്ചുവെന്നും അവിടെ ഒരു സാൻഡോ കത്തീഡ്രൽ മൈലാപ്പൂരിൽ കെട്ടിയിട്ടുണ്ടെന്ന് പറയുന്നു. പക്ഷേ ഇതിന് മറ്റൊരു കഥയുണ്ട്. ആ കഥ വളരെ രസകരമായ ഒരു കഥയാണ്. ആ കഥ എഴുതിയിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട ആളാണ്. ദ മിത്ത് ഓഫ് സെന്റ് തോമസ് ആൻഡ് ദി മൈലാപ്പൂർ ശിവ ടെമ്പിൾ എന്ന് പറഞ്ഞ് ഈശ്വരൻ എന്ന് പറയുന്ന ഒരു കനേഡിയൻ സായിപ്പ് ഇന്ത്യയിൽ വന്ന് ഹിന്ദു മതമൊക്കെ പഠിച്ചിട്ട് പോയ ഒരു സായിപ്പ്. അത് സായിപ്പാണ്, പക്ഷേ ഹിന്ദു മത അനുയായിയാണ്, സനാതന ധർമ്മക്കാരനാണ്. അദ്ദേഹവും ബെൽജിയൻ പണ്ഡിതനായിട്ടുള്ള കോൺട്രാൻ എസ്റ്റ് എന്ന് പറയുന്ന മറ്റൊരു വ്യക്തിയും, അദ്ദേഹം വേറൊരു പുസ്തകത്തിന് ഈ അവതാരിക എഴുതിയ കൂട്ടത്തിൽ പറഞ്ഞതാണ്. അദ്ദേഹം പറഞ്ഞതായിട്ടും രാമചന്ദ്രൻ എന്ന് പറയുന്ന പത്രപ്രവർത്തകൻ, മനോരമയിലൊക്കെ ഉണ്ടായിരുന്ന പത്രപ്രവർത്തകൻ വിശദമായി ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തിൽ നിന്ന് കൂടിയാണ് ഞാൻ വിവരങ്ങൾ എടുത്തത്. കാരണം നമ്മളെല്ലാം സോഴ്സ് പല വിവരങ്ങൾ എടുക്കുന്നു, ChatGPT, ഗൂഗിള്, പിന്നെ പുസ്തകങ്ങൾ, പിന്നെ ഈ രാമേന്ദ്ര സാറിൻ്റെ ചില റെഫറൻസും നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് പിന്നെ ഗോഡ്സെയെക്കുറിച്ചുള്ള ഒരു പുസ്തകത്തിൽ, ഗോഡ്സെ എഴുതിയിട്ടുള്ള ഒരു പുസ്തകത്തിൻ്റെ അവതാരികയിലാണ് ഇത് പറയുന്നു എന്നും പറയുന്നു. ബെൽജിയം പണ്ഡിതൻ കോൺട്രാൻ എസ്റ്റ് പറയുന്നു എന്ന് പറയുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ അതല്ല സംഭവിച്ചത് സിറിയനും അർമേനിയൻകാരുമായിട്ടുള്ള കാനായ തൊമ്മൻ എന്ന് പറയുന്നത്, തോമസ് അല്ല, ഒരാൾ AD 345 AD 52 340, ഏകദേശം 4-ാം നൂറ്റാണ്ടാകുമ്പോൾ കാനാ തൊമ്മൻ എന്ന് പറയുന്ന അദ്ദേഹം 400 അഭയാർത്ഥികളുമായി ഇന്ത്യയിൽ വന്നു. ഇന്ത്യയിൽ വന്നപ്പോൾ ഇവിടെ കല്ലിനെയും മണ്ണിനെയും അല്ല അവർ മാറ്റിയത്, വ്യാപകമായി നമ്പൂതിരിമാരെ അടക്കം മാറ്റിയെന്നാണ് പറയുന്നത്. AD 52 സെന്റ് തോമസ് വന്ന് നമ്പൂതിരിമാരെ മാറ്റിയെന്നും നമ്പൂതിരി കൊന്നെന്നും പറഞ്ഞ് മൈലാപ്പൂരിൽ ക്ഷേത്രം കെട്ടണമെങ്കിൽ നമ്പൂതിരിമാർ ഇവിടെ ഉണ്ടായിരിക്കണം. ക്ഷേത്രം പൊളിച്ചുകൊണ്ട് പള്ളി കെട്ടണമെങ്കിൽ ഇവിടെ നമ്പൂതിരിമാരുണ്ടായിരിക്കണമല്ലോ. അല്ല, അവനെ പൊളിച്ചു കെട്ടാൻ പറ്റത്തില്ലല്ലോ. ജൈന ക്ഷേത്രം പൊളിച്ചിരുന്നു, ബുദ്ധക്ഷേത്രം പൊളിച്ചിരുന്നു, ഹിന്ദു ക്ഷേത്രം പൊളിച്ചിരുന്നു. മറീന ബീച്ചിൽ ചെന്നൈക്ക് അടുത്തുള്ള വിവിധ ക്ഷേത്രങ്ങൾ പൊളിച്ചു. അപ്പൊ അതിന്റെ അർത്ഥം ഇവിടെ ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നല്ലേ. ഇന്നിരിക്കുന്ന സെന്റ് തോമസ് കത്തീഡ്രൽ എന്ന് പറയുന്ന മൈലാപ്പൂരിൽ ഇരിക്കുന്ന കത്തീഡ്രൽ, അതായത് ഇദ്ദേഹത്തിന്റെ പിന്നെ ശവം അല്ലെങ്കിൽ ഇദ്ദേഹത്തെ അടക്കിയിരിക്കുന്നു എന്ന് പറയുന്ന, സെന്റ് തോമസിനെ അടക്കിയിരിക്കുന്നു പറയുന്ന സ്ഥലത്ത് അമ്പലമുണ്ടായിരുന്നു, നമ്പൂതിരിമാരെ മാറ്റിയെന്ന് പറയുന്നു. അപ്പൊ പിന്നെ അവർ ഹിന്ദുക്കളല്ലേ. ഹിന്ദു മതത്തിൽ ഇനി ഹിന്ദു എന്ന പേരില്ലായിരുന്നു, അത് പിന്നീട് വന്നതാണോ? എന്തായാലും അങ്ങനെ ഒരു വിഭാഗം ആളുകൾ ഇവിടെ നമ്പൂതിരിമാരായിട്ടും പൂജ ചെയ്യുന്നവരൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ടാണല്ലോ ഇവിടെ ടെമ്പിൾ ഉണ്ടായിരുന്നത്.
അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, വളരെ രസകരമായ ഒരു ചോദ്യമാണ്. അതുപോലെ തന്നെ ഇതിന് ശേഷമുള്ള ഒരുപാട് കഥകളുണ്ട്. ബോംബെയിലെ സെന്റ് സേവിയേഴ്സ് കോളേജിലെ ഹിസ്റ്റോറിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ജെസ്യൂട്ട് പുരോഹിതന്മാർ വളരെ കടുത്ത തീവ്രവാദത്തിൽ ഇത് പറയുന്നവരാണ്. അവര് ഫാദർ ഹെൻറി ഹ്രാക്സ് എന്ന് പറയുന്ന അദ്ദേഹം 1953 എഴുതിയ ഒരു ലേഖനത്തിൽ പറയുന്നു സെന്റ് തോമസിന്റെ മൈലാപ്പൂർ കഥ തട്ടിപ്പാണ് എന്ന് പറയുന്നു. 2006 സെപ്റ്റംബർ 27 ബെനഡിക്ട് 16 മാർപ്പാപ്പ സെന്റ് തോമസ് എന്ന് പറയുന്ന അദ്ദേഹത്തിന് പേർഷ്യയിലും സിറിയയിലുമായിരുന്നു ഈ ശവകുടീരങ്ങൾ ഉള്ളത്. അത് ഒരു കാരണവശാലും പടിഞ്ഞാറ് ഇന്ത്യയിലാണ് ഇന്ത്യയിലെ ആളുകളൊക്കെ ആദ്യം ക്രിസ്ത്യൻ മതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾ പടിഞ്ഞാറ് ഇന്ത്യയിലാണ് വന്നിട്ടുള്ളത്. തെക്കേ ഇന്ത്യയിൽ വന്നു എന്ന് പറയുന്നത്, പിന്നെ അതിനുശേഷം പടിഞ്ഞാറ് ഇന്ത്യയിൽ വന്നവർ തെക്കേ ഇന്ത്യയിൽ വന്നു എന്ന് പറയുന്നതാണ് വളരെ രസകരമായ കാര്യം. ഇനി വേറൊരു കാര്യം, യേശുവിന്റെ ഇരട്ട സഹോദരനാണ് ഈ സെന്റ് തോമസ് എന്ന് പറയുന്നത്. യേശുവിന്റെ 12 ശിഷ്യന്മാരിൽ ഒരാളാണ്, പക്ഷെ ഇരട്ട സഹോദരന്മാരാണ്. ഡിഡിമസ് എന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം ഇരട്ട സഹോദരൻ എന്നാണ്. ഡിഡിമസ് എന്നൊരു പേരും കൂടി ഈ നമ്മുടെ സെന്റ് തോമസിന് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം യേശുവിന്റെ ഇരട്ട സഹോദരനാണെന്ന് പറഞ്ഞ് ഒരു കഥ കിടക്കുന്നു. അതുകൊണ്ട് തന്നെ ഗോസ്പൽ ഓഫ് തോമസ് എന്ന് പറയുന്ന തോമസിന്റെ സുവിശേഷങ്ങളോ ആക്സ് ഓഫ് തോമസ് എന്ന് പറയുന്ന തോമസിന്റെ കഥകളോ ഒന്നും പ്രചരിപ്പിക്കുന്നില്ല. കാരണം ഇങ്ങനെ പ്രചരിപ്പിക്കാത്തതിന്റെ കാരണം അത് യേശുവിന്റെ ഇരട്ട സഹോദരൻ എന്ന് പറയുന്നത് അത് അംഗീകരിക്കുന്നില്ല. പേർഷ്യയിലും ഇസ്രായേലിലും ഈ സെന്റ് തോമസിന്റെ കുഴിമാടങ്ങൾ ഉള്ളതായിട്ടും ചരിത്രം പറയുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ പറയുന്ന ചരിത്രത്തിൽ എങ്ങനെയാണ് ഇത് സംഭവിക്കുക? 4-ാം നൂറ്റാണ്ടിൽ നമ്പൂതിരിമാരെ മാറ്റി എന്ന് പറയപ്പെടുന്നത് 4-ാം നൂറ്റാണ്ടിലാണ്. ഇതിനിടയ്ക്ക് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ നമ്മുടെ ബെത്ലഹേം പള്ളിയിലുള്ള പള്ളി പണിതത്, ബെത്ലഹേമിൽ പള്ളി പണിതതും യേശുവിന്റെ ജന്മപ്പള്ളി എന്ന് ഉണ്ടാക്കിയതുമെല്ലാം കോൺസ്റ്റന്റൈൻ എന്ന് പറയുന്ന ചക്രവർത്തിയാണ്. എന്തിനാണ് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി അങ്ങനെ ചെയ്തത്? അതും വളരെ രസകരമായ മറ്റൊരു കാര്യമാണ്. 4-ാം നൂറ്റാണ്ടിലാണ് ഇത് ചെയ്തത്. 325 AD ഇത് നടക്കുന്നത്. 4-ാം നൂറ്റാണ്ടിലാണ്. ജക്കോത്ത രാജ്ഞിയും, അതായത് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ ഭാര്യ ജക്കോത്ത രാജ്ഞിയും കൂടെ ചെയ്യുന്നതിന് മറ്റൊരു ചരിത്രമുണ്ട്. ഇത് അധികം ആരും പറയാത്ത ഒരു ചരിത്രമാണ്. ദയവ് ചെയ്ത് ബാബ തിരുമേനി ഇത്തരം ചരിത്രമൊക്കെ ചികഞ്ഞ് ചരിത്രത്തിൽ കിടക്കുന്ന പല നമുക്ക് അത്ര സുഖകരമല്ലാത്ത കാര്യങ്ങളൊക്കെ നാളെ പിള്ളേരെ കൊണ്ട് പഠിപ്പിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഇതൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്. ആ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ മറ്റൊരു കഥ കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കും. ഇതൊക്കെ ചരിത്രത്തിൽ കിടക്കുന്നതാണ്. കോൺസ്റ്റന്റൈൻ ചക്രവർത്തി വലിയ യേശു വിരുദ്ധനും ക്രിസ്തീയ മതത്തിലേക്ക് പോകുന്ന സുവിശേഷൻ പറഞ്ഞു പോകുന്നവരെയൊക്കെ കൊല്ലുന്ന ഒരു ചക്രവർത്തിയായിരുന്നു. അങ്ങനെ ഒരുപാട് പേരെ കൊല വിളിച്ചപ്പോഴാണ് വീണ്ടും കൊല്ലുന്നതനുസരിച്ച് യേശുവിന്റെ കൂടെ വീണ്ടും ആള് കൂടുന്നു, യേശുവിന്റെ സുവിശേഷം പറയാൻ ആള് കൂടുന്ന കണ്ടുകൊണ്ടാണ് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയും ഭാര്യയും കൂടെ തീരുമാനിച്ചു, ഇനി ഇതിനെ നമുക്ക് തകർക്കണമെങ്കിൽ, അത് യഹൂദമതത്തെ തകർക്കണമെങ്കിൽ, ജൂതമതത്തെ തകർക്കണമെങ്കിലും ഏതെങ്കിലും ഒരു മതം നമ്മുടെ കയ്യിൽ ആവശ്യമുണ്ട്. ആ മതം വെച്ചുകൊണ്ട് ലോകത്തിന്റെ പ്രത്യേകിച്ച് യൂറോപ്പിനെയും ഗ്രീക്കും റോമൻ സാമ്രാജ്യവും ഒക്കെ പിടിച്ചെടുക്കാൻ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിക്ക് ഒരു മതം ആയുധമായി വേണം, ഒരു വിശ്വാസം ആയുധമായി വേണം എന്ന് തീരുമാനിക്കുകയും അങ്ങനെ യേശുവിന്റെ അനുയായികളോട് പറഞ്ഞു, നിങ്ങളുടെ മതം അല്ലെങ്കിൽ നിങ്ങളുടെ യേശു സുന്ദരനാണെങ്കിൽ നല്ലതാണെങ്കിൽ ഞാനും കൂടി അത് ഏറ്റെടുക്കാമെന്ന് പറഞ്ഞ് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി അതുവരെ യേശു വിരുദ്ധനായിരുന്ന, ക്രിസ്തീയ വിരുദ്ധനായിരുന്ന, ക്രിസ്തുമതം ഇല്ലെന്ന്, യേശുവിന്റെ സുവിശേഷ കാലമാണ്, യേശുവിന്റെ സുവിശേഷങ്ങൾക്ക് അതിശക്തമായി എതിർത്തിരുന്ന, അതിക്രൂരത കാണിച്ചിരുന്ന ആ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയും ജക്കാത്തോ രാജ്ഞിയും കൂടി ഇത് ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. ഏറ്റെടുത്തതിന് ശേഷം അവർ ഏറ്റെടുക്കുന്നത് ക്രിസ്തുമതത്തിന്റെ സ്നേഹം കൊണ്ടോ യേശുവിന്റെ സുവിശേഷം കണ്ടിട്ടോ അല്ല. അതിനു പകരമായി തന്റെ അധികാര സാമ്രാജ്യം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി വിശ്വാസികളെ കൂടെ നിർത്തുന്നതിന് വേണ്ടി നടത്തിയ ചരിത്രത്തിലെ ഏറ്റവും വലിയ വഞ്ചനയും ചതിയുമാണ് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി അത് ചെയ്തത്. അതിലൂടെ അദ്ദേഹം ബെത്ലഹേമിൽ പള്ളി പണിയുന്നു, ജന്മപ്പള്ളി ഉണ്ടാക്കുന്നു, ഈ സമൂഹത്തെ കൂടെ നിർത്താൻ ശ്രമിക്കുന്നു. അതിനെ തുടർന്നാണ് ലോകത്ത് ബ്രിട്ടീഷുകാർക്കും പ്രത്യേകിച്ച് ബ്രിട്ടീഷുകാർക്കും ഒരു കാര്യം മനസ്സിലായി, മതത്തെ കൂടി ഈ സുവിശേഷത്തിന്റെ കെയർ ഓഫിൽ മതത്തെ കൂടി നമുക്ക് പ്രയോജനപ്പെടുത്തിയാൽ ഒരു ഏക ധ്രുവീകരണ ലോകം ഉണ്ടാക്കാൻ കഴിയുമോ എന്നുള്ള ചിന്ത വരികയും അങ്ങനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മിഷണറിമാരെ അയക്കുകയും ചെയ്തിരുന്നു. അത് യേശുവിനോടുള്ള സ്നേഹം കൊണ്ടോ ക്രിസ്തുമതം പ്രചരിപ്പിക്കണമെന്നോ ഉള്ളത് കൊണ്ടല്ല എന്നുള്ളത് ദയവായി ക്രിസ്ത്യാനികൾ അറിഞ്ഞിരിക്കണം. ഇത് പ്രത്യേകിച്ച് ബ്രിട്ടീഷുകാര് ഇവിടെ മൺട്രോ സാഹിബിന്റെ കഥകളും അതുപോലെ കേണൽ മെക്കാലയെ ഇവിടെ അയക്കുമ്പോൾ യുദ്ധതന്ത്രജ്ഞനായിരുന്ന യുദ്ധമുറിയുടെ ചുമതലയുണ്ടായിരുന്ന
മെക്കാളെ പ്രഭുവിനെ ഇന്ത്യയിലേക്ക് അയക്കുമ്പോൾ കൊടുത്തുവിട്ട ദൗത്യവും അന്ന് പുരോഹിത വർഗത്തോട്, ബ്രിട്ടനിലെ പുരോഹിത വർഗത്തോട് വിളിച്ചിട്ട് ഇന്ത്യയിൽ പോയി സ്കൂളുകളും കോളേജുകളും തുടങ്ങണമെന്ന് പറഞ്ഞ കഥയും, അങ്ങനെ ഇവിടെ വന്ന് സ്കൂളുകൾ തുടങ്ങിയ കഥയും, ഇന്നിപ്പോ നമ്മൾ പഠിക്കുന്ന മറ്റൊരു കഥ കൂടിയുണ്ട്. ഒരു വിവാദത്തിനുമല്ല പറയുന്നത്, മറ്റൊരു കഥ കൂടെയുണ്ട്. യേശുവിലേക്ക് ആളെ കൂട്ടാൻ, മതത്തിലേക്ക് ആളെ കൂട്ടാൻ കൂടെയുള്ള ഒരു നിഗൂഢ തന്ത്രം കൂടി ആയിരുന്നു ഇവിടെ സ്കൂളും കോളേജുകളും നടത്തുന്നത്, ആദ്യകാലങ്ങളിൽ ആശുപത്രികളും സ്കൂളുകളും നടത്തുന്നത് എന്നുള്ളത് ആരും അറിയപ്പെടാത്തതും. അങ്ങനെ ഒരു കഥ, ഒരു അജണ്ട കൂടി ഇവിടെ നടത്തിയോ, വന്നവർ ഹിന്ദുക്കളെ മാറ്റിയോ എന്നുള്ളതൊക്കെ വേറെ കഥ. പക്ഷേ അങ്ങനെ ഒരു അജണ്ട കൂടി ബ്രിട്ടീഷുകാർക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ചരിത്രത്തിൽ കിടക്കുന്നത്. അപ്പോൾ AD 352 തോമസ് ലീഗ കേരളത്തിലും വന്നു എന്ന് പറയുന്നത് ഒരു കെട്ടുകഥയാണെന്ന് മാർപ്പാപ്പമാരും പിന്നെ വരുന്ന ജസൂട്ടുമാരും ക്രിസ്ത്യനായിട്ടുള്ള ചരിത്രകാരന്മാരും പറയുകയും, അല്ലെങ്കിൽ തന്നെ വന്നപ്പോൾ അവർ നമ്പൂതിരിമാരെ മാറ്റിയെങ്കിൽ, മൈലാപ്പൂരിലെ ക്ഷേത്രം തകർത്തുവെങ്കിൽ, ജൈനക്ഷേത്രം തകർത്തുവെങ്കിൽ, അല്ലെങ്കിൽ അതിരിക്കുന്ന സ്ഥലത്ത് പള്ളി പണിയാൻ ശ്രമിച്ചുവെങ്കിൽ സ്വാഭാവികമായിട്ട് ഇവിടെ അതിനു മുമ്പ് ആളുകൾ ഉണ്ടായിരിക്കണം. ഒരു കാര്യം ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. വിദേശ രാജ്യങ്ങളിൽ നിന്ന്, അത് ആഫ്രിക്കയുടെയൊക്കെയുള്ള കാടുകളിൽ നിന്ന് ഇവിടെ ആളുകൾ വന്നപ്പോൾ അവർ ആദ്യം പാമ്പിനെയും പഴുതാരയെയും പിന്നെ പട്ടിയും പൂച്ചയും പിന്നെ അതുപോലെ തന്നെ സൂര്യനെയും ചന്ദ്രനെയും വായുവിനെയും വെള്ളത്തെയും എല്ലാം ആരാധിച്ചിരുന്ന ഒരു ആരാധന സമ്പ്രദായമൊക്കെ ഉള്ളതായിട്ടും ചരിത്രത്തിൽ കിടപ്പുണ്ട്. പിന്നെ അവിടെ നിന്നാണ് മാറി മാറി വേദകാലവും ദൈവത്തിന്റെ കാലവും ഒക്കെ വരുന്നത് പിന്നീടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചരിത്രപരമായ കാര്യങ്ങളിൽ ഒന്ന് തോണ്ടാതിരിക്കുന്നതാണ് തിരുമേനി നല്ലത്. ഞാൻ തിരുമേനി തോണ്ടിയത് കൊണ്ടോ പറഞ്ഞതുകൊണ്ടോ അല്ല, പക്ഷെ ചരിത്രം ഇങ്ങനെയും ഒരു ചരിത്രം കിടക്കുന്നു എന്നുള്ളത് ആണ് സത്യം. അതുകൊണ്ട് ദയവായി ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുപോകരുത്. അതുകൊണ്ട് വരുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് ഇപ്പുറത്തുള്ളവരും തോണ്ടിപ്പറക്കി കാര്യങ്ങൾ എടുത്തുകൊണ്ട് വരും. അത് ഗുണകരമല്ല ഒരു സമൂഹത്തിന് എന്നുള്ളതാണ്. ചരിത്രം വേറെയാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ജസ്റ്റ് ഒന്ന് ChatGPT പോലും അടിച്ചു നോക്കിയാൽ മതി, ഗൂഗിൾ അടിച്ചു നോക്കിയാൽ മതി, ഈ തോമസ് ലീഗയുടെ കഥ ചരിത്രപരമായി ആരും അംഗീകരിക്കുന്നില്ല.